ഹലോ അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേന വെച്ചിട്ടുള്ള ഒരു മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചേന എടുത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 പച്ചമുളകും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും 1 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും 1.5 ടേബിൾ സ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എന്നുള്ളത് 1 ടേബിൾ സ്പൂണായി കുറയ്ക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഈ രീതിയിലാകുമ്പോഴേക്കും ഇതിലേക്ക് 2 തക്കാളി കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പിന്നീട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലപ്പൊടികൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കറിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് മുളക് പൊടി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർക്കുന്ന സമയത്ത് അല്പം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഈ മസാലയൊക്കെ നല്ലതുപോലെ കുഴഞ്ഞ രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേന ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റേഷൻ മട്ടയരി കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കറി അല്പം തിക്നെസ്സോടു കൂടിയാണ് ഇരിക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചേനയിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇത് ചെറുതായി ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ചേന കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ഒരു റെസിപ്പി ആയിരിക്കും. ഈ ഒരു കറി സാദാ ഊണിനൊപ്പം, നെയ്ച്ചോറിനൊപ്പം, തേങ്ങാച്ചോറിനൊപ്പം, അതുപോലെ പൊറോട്ടയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.